കണക്ക് കൂട്ടി കൂട്ടി മതിയെ. ഒരൊറ്റക്കെട്ട് ബില്ല നമ്മൾ കയ്യിൽ തന്നു. പകല് മുഴുവനും എന്തൊരു തിരക്കായിരുന്നു. ആ മമ്മദക്ക് എന്നെ എല്ലാവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. നിനക്ക് എന്ത് പറ്റി? മമ്മയൊക്കെ നിന്നെ പിടിച്ച് കടിച്ചിരുന്നോ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. ആ നോട്ടം കാണുമ്പോ. നിനക്കറിയില്ല നസീമ, ഉമ്മയും ബാപ്പയും എന്നോ നഷ്ടപ്പെട്ട് എങ്ങനെയോ ജീവിച്ച് ഈ നാട്ടിൻപുറത്ത് തെണ്ടിയാർന്ന എന്നെ ഒരാളാക്കിയത് എനിക്കൊരു ജീവൻ തന്ന മമ്മദക്കയാണ്. എന്നെ ദുബായിക്ക് വിട്ടുപോലും അദ്ദേഹമാണ്. അയാൾ ഒരിക്കലും എന്നെ ശിക്ഷിക്കില്ല, രക്ഷിക്കുകയുള്ളൂ. അതൊക്കെ പോട്ടെ. ഞാനിവിടെ വന്നേ പിന്നെ ഒരു വാക്കുപോലും നീ എന്നോട് മിണ്ടിയിട്ടില്ല. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ഓരോന്ന് പറയും? അതിനെന്ത്, ആൾക്കാർ നമ്മളെ തിന്നോ? ചില സാധനങ്ങളൊക്കെ അനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാവാടേനൊക്കെയുള്ള അനക്കല്ല സാരിയാണ്. ഫോറിൻ സാരി ഞാൻ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇത് കണ്ടിട്ടുണ്ടാ? ഇത് പാടുകയും ചെയ്യും, നമ്മൾ ഒരെണ്ണം പിടിക്കുകയും ചെയ്യും. അനക്ക് കാണണ്ടേ? ഇതാണ് അപ്പ. ഇനി നീ ഒന്ന് ചിരിച്ചേ. എന്നാലൊന്ന് കരയേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഇതിനകത്ത് എങ്ങനെയാണ് പിടിക്കണമെന്ന് കാണിച്ചു തരാം. എന്തിടത്തും പിടിക്കാൻ? അന്നെ പിടിക്കാൻ. സുൽത്താൻ വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോഴേക്കും മോള് പിണങ്ങിയാലോ? എവിടെ നിന്റെ സുൽത്താൻ? ഓലുറക്കോ? രാത്രി നേരാ പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഇതെന്തിനാ പാല്? ഞാൻ തടി വയ്ക്കണ? നസീമ പുറത്തേക്ക് വരുന്ന? എവിടേക്ക്? നമുക്കൊരു മാറ്റിനിക്ക് പോവാം. ഇന്ന് ടാക്കീസിൽ പുതിയ സിനിമയാണ്. ഉമ്മയെ കൂട്ടണ? വേണ്ട, തനിച്ച്. പിടിച്ചോ, കൊട പറക്കണ്ട. വരട്ടെ. സമയമായി, ഒന്ന് വേഗം നടക്കുന്ന നസീമ. പൊരേന്റെ പണി തീർന്നേല് ഇനിയും വേണം എമ്പാടും പൈസ. പണി തുടങ്ങുകയും ചെയ്തു, ഞാൻ കുടുങ്ങുകയും ചെയ്തു. എന്റെ പെരയിലെ താമസം എനിക്ക് ശരിയാവണില്ല നസീമ.
എങ്ങനെയും പണി തീർത്ത് നമുക്ക് അങ്ങോട്ട് മാറണം. ആ നീ വാ. കടലാസ് ശരിയാക്കി ചോദിച്ചതിന്റെ പാതി സിമിലർ അടി. ഇപ്പൊ പോണം. ഇപ്പൊ തന്നെ പോണോ? പിന്നെ അല്ലാണ്ട് പിന്നെ ചെന്ന സാധനം ഉണ്ടാവില്ല. നിങ്ങളെങ്ങോട്ട്? സിനിമയ്ക്ക്. അത് പിന്നെ പോന്നു. സിമിലയേക്കാ വരുന്ന സിനിമ. സിനിമ ചെല്ലേ, നമുക്ക് നാളെ പോകാം. ഇത് കൊള്ളാം. രണ്ടുപേരും സിനിമയ്ക്ക് പോയിട്ട് ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും. ഓനക്ക് സിമിന്റെ വലുത് ഞാനല്ല. ഞാൻ ഇനി എവിടെയും പോണില്ല. ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഏത് സമയത്തും കൂടെ കിട്ടിയെന്ന് വരുമോ? ഇതൊക്കെ എന്റെ തലയിലെഴുത്ത. ഇത് ചെയ്താല് കൊണ്ടുവന്നതാ. നമുക്ക് വേറെ വല്ലതും പറയാം. അല്ലേല് ഞാൻ പുറയിലേക്ക് ചെല്ലട്ടെ? ഓല് ചിലപ്പം പെട്ടെന്ന് വന്നെങ്കിലോ? ആ, അല്ലെങ്കില് ഈയും പാടും. പഠിച്ചോ, നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയല്ലോ. എനിക്ക് ഇത് ചെയ്താലി കൊള്ളതാ മാഷെ. വല്ലാത്തൊരു സാധനം. ഇതൊന്ന് നിർത്തി തരും മാഷെ. ഇനി മാഷ് ഏതെങ്കിലും ഒന്ന് ഞെക്കി നോക്കി, അപ്പൊ ഞമ്മൾ പറയുന്നത് ഓനിങ്ങോട്ട് പറയും. അതൊക്കെ അവൻ പിന്നെ പറയട്ടെ. ആട്ടെ, സീതാലി എവിടെ? പൊര പണിയുന്നോടത്തുണ്ടാവും. ഇപ്പൊ പോരാ പോരാന്ന് ഒരൊറ്റ ഭർത്താനേ ഉള്ളൂ. അല്ല, നസീമ ഇവിടെ ഉണ്ടായിരുന്നു. സീതാലി വന്നെന്നറിഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. വന്നിട്ട് എനിക്ക് 12 ദിവസം കഴിഞ്ഞു. വെളിച്ചാവുമ്പോ പൊരയുണ്ടാക്കണം അവിടെ ചെന്ന് ഒറ്റ ഇരിപ്പ. നേരത്തും കാലത്തും വർണ്ണങ്ങിലായി. വീട് പണിയുമ്പോ ആൾ അടുത്തുണ്ടാകണം, എങ്കിലേ വീട് ഉയരൂ. വേണം മാഷെ. ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാക്കിയേ പറ്റുമോ? ആട്ടെ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമൊക്കെ തന്നെ. എന്നും അങ്ങനെ ഉണ്ടായാ മതി. സീതാലിക്ക് പറച്ചവനെക്കാണോ വലിയ ആയുസാണ്. മാഷി, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാരെയും വന്ന് കാണുന്നുണ്ട് മാഷെ, പക്ഷെ സമയം കിട്ടണ്ടേ? അതൊന്നും സാരമില്ല സീതാലി, നിന്റെ പണി നടക്കട്ടെ. വന്ന് കണ്ടതുകൊണ്ടും കാണാതിരുന്നുകൊണ്ടും എന്താ നഷ്ടം, എന്താ ലാഭം? വീടിന്റെ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല മാഷെ. വിചാരിച്ച സംഖ്യയൊക്കെ കിടന്നേക്കണം. പ്ലാൻ ഉണ്ടാക്കുമ്പം സിമെന്റ് ഇട്ടിരുന്ന വില ഇന്നൊരു കല്ലിന്. എന്താ ചെയ്യുക? എനിക്കിപ്പോ വേണ്ട. ഞാൻ മമ്മൾക്ക് എന്നോട് വയറ് നിറച്ച് തട്ടിട്ടാ വരുന്നത്. പൈസ കുറേ ചെലവായി മാഷെ. സത്യം പറഞ്ഞ കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു. ഞാൻ അടുത്ത ആഴ്ച തന്നെ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുക. സീതാലി വന്നിട്ടിപ്പോ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. 2 മാസത്തെ അവധിയുണ്ട്. എന്നാലും ഞാൻ പോവാ. എങ്ങനെയെങ്കിലും ആ പുരയൊന്ന് തീർക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ 4 കാശ് കയ്യിലെത്തണ്ടേ? അതും ഒരു കണക്കിന് ശരിയാ. പക്ഷേ മനുഷ്യനാവുമ്പോ പൈസ മാത്രം മതിയോ സീതാലി? മാഷക്ക് അറിയാഞ്ഞിട്ട് ഈ നാട്ടില് ഒരു 200 കൊല്ലം പണിയെടുത്താലും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് 4 കാശുണ്ടാക്കാൻ കഴിയും. എല്ലാരും എല്ലാവർക്കും തോന്നും പോലെ ജീവിക്കും. മനുഷ്യന് പത്രാസല്ലേ വലുത്. ഞാൻ പോയിട്ട് വരാം. സീതാലി, നീ അന്യ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. നാട്ടിൽ ആരെ വിശ്വസിച്ചാലും അതിനൊരു നിയന്ത്രണം വെച്ചാ കൊള്ളാം.
ചെയ്താലി പോകുന്നതിന് മുമ്പ് കാണണം കേട്ടോ. ഞാൻ ഇത്തവണ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മാഷെ. അടുത്ത തവണ വരുമ്പോ ഞാൻ മാഷക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊക്കെ വയസ്സായില്ലേ, ഈ ആവശ്യം ഒരു മീസാങ്കല്ലാണ്. അടുത്ത തവണ വരുമ്പോ അതിലൊന്ന് കൊണ്ടുപോകാം. നമ്മുടെ ഖബറിന് ഒരു പവറും കാണും മാഷെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്താൽ കൊള്ളാം. ഞാൻ വരട്ടെ.